കേരള സിലബസിലെ കെമിസ്ട്രി ചാപ്റ്റർ 1 ഫങ്ഷണൽ ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മൾ ഫങ്ഷൻ ഗ്രൂപ്പിലേക്ക് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വേഡ് റൂട്ട്, കാർബൺ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് വേഡ് റൂട്ട് എന്തായാലും അറിഞ്ഞിരുന്നാൽ മാത്രമാണ് ഇവിടെ നെയിമിങ് ഈസി ആവുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒരു കാർബൺ ഉള്ളെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മെത്, എദ്, പ്രൊപ്പ്, അങ്ങനെ ഓരോ കാർബണിൻ്റെ എണ്ണം അനുസരിച്ച് ഈ പേരിടുന്നത്. ഇത് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻ ആറ്റം ഓർ എ ഗ്രൂപ്പ് ഓഫ് ആറ്റം. ആറ്റം അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ആറ്റം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഹൈഡ്രോ കാർബണാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നല്ലേ. അപ്പോൾ സി എച്ച് മാത്രമേ നമ്മൾ അവിടെ കണ്ടുള്ളൂ. അതിലേക്ക് ഒരു പുതിയതായിട്ടൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വരുമ്പോൾ ഇത് ക്ലോറിൻ, ഹൈഡ്രോക്സ് ഗ്രൂപ്പ്, OH, COOH, ഇങ്ങനെ പുതിയതായിട്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ വരുമ്പോൾ ഇതുപോലെ പല ഗ്രൂപ്പുകൾ കയറി വരുന്ന കാണാൻ പറ്റും. അപ്പോൾ അൻ ആറ്റം ഓർ എ ഗ്രൂപ്പ് ഓഫ് ആറ്റം ഇതുപോലെ നമ്മുടെ കാർബണായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ നെയിം ഇടുന്നതും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നെയിം വരുന്നത്? ആദ്യം നമുക്ക് OH നോക്കാം. OH എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിക്കാനുള്ളത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അവരുടെ ഇക്വേഷൻ എന്താ? ആൽക്കൈൻ -E + ഓൾ എന്നാണ് വരുന്നത്. അപ്പോൾ അതെന്താ ആ ഒരു ഇക്വേഷൻ ഇങ്ങനെ വന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും അല്ലേ. അപ്പോൾ അത് ഈസിയാക്കി മിസ് പറഞ്ഞുതരാം. എന്ത് ചെയ്യേണ്ടത്? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അല്ലേ. ഇവിടെ നമുക്കറിയാം ഇവരുടെ പേര് ഇത്രയും നമുക്കെടുക്കാം. ഇവിടെ 3 കാർബൺ ഉള്ളതുകൊണ്ട് നമുക്കറിയാം പ്രൊപ്പ് എന്ന് വരും അല്ലേ. പ്രൊപ്പ് അത് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE എന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പ്രൊപ്പെയിൻ അവിടെ -E, നമ്മുടെ ഇക്വേഷനിൽ ഒരു -E ഉണ്ടോ? ഈ -E കണ്ടാൽ നമ്മൾ ആ ഇവിടെയുള്ള E നമുക്ക് വേണ്ട, നമ്മൾ അവിടെ നിന്ന് മൈനസ് ആയിട്ട് കളയാണ് കേട്ടോ മക്കളെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് ആ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ആ ഒരു ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ കളഞ്ഞു. ഇപ്പോൾ പ്രൊപ്പനായല്ലേ. ഇനി നിങ്ങൾ നോക്കി OH നമ്മൾ നോക്കുമ്പോൾ OH എവിടെ ഇരിക്കുന്നത്? ഒന്നാമത്തെ പൊസിഷനിലാണ് നമ്മുടെ OH ഇരിക്കുന്നത്, ഒന്നാമത്തെ പൊസിഷനിൽ. അപ്പോൾ ഈ OH ഒന്നാമത്തെ പൊസിഷനിലാണ്. നമുക്ക് പൊസിഷൻ നമ്പർ എഴുതണം. അപ്പോൾ പൊസിഷൻ 1ലാണ് പൊസിഷൻ നമ്പർ എഴുതി. ഇനി നമ്മുടെ ഇക്വേഷനിലെ OL, അതായത് OH വന്ന് നമ്മൾ ഓൾന്ന് എഴുതി കൊടുക്കും. അപ്പോൾ വായിക്കണം എങ്ങനെയാണ്? പ്രൊപ്പൻ 1 ഓൾ. അപ്പോൾ പ്രൊപ്പൻ 1 ഓൾ കിട്ടിയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ഇക്വേഷനും കൂടി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ കോമ്പൗണ്ട് ഇതാ ഇവിടെ നോക്കി. ഇവിടെ 3 കാർബൺ ആണല്ലേ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതും പ്രൊപ്പനാണ്. പെയിൻ ആയിരുന്നു. പക്ഷെ നമ്മൾ അവസാനത്തെ എന്ത് ചെയ്തു? ഈനെ നമ്മൾ എന്ത് ചെയ്തു? എടുത്തിട്ട് മാറ്റി. എന്തുകൊണ്ട്? നമ്മുടെ ഇക്വേഷനിൽ -E എന്നൊരു കൺസെപ്റ്റ് ഉണ്ടോ. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് അവിടെ രണ്ടാമത്തെ പൊസിഷനിലാണ് OH ഇരിക്കുന്നത്. അപ്പോൾ പൊസിഷൻ നമ്പർ ചെയ്യുക ഓൾ, പ്രൊപ്പൻ 2 ഓൾ എന്നായി. അപ്പോൾ OH വന്നാൽ നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് ഇനി ചെയ്യാൻ എൻ്റെ മക്കൾക്ക് അറിയാലോ. അത് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് പല ക്വസ്റ്റ്യൻസും ചെയ്യണം. ഇനി നമുക്ക് നെക്സ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ 3 കാർബൺ ഉള്ളതുകൊണ്ട് പ്രൊപ്പൻ എന്നെടുത്തു. OHൻ്റെ പൊസിഷൻ 1 ആയതുകൊണ്ട് അങ്ങനെ 1 എടുത്തു, ഓള്. അപ്പോൾ OH വന്നാൽ എങ്ങനെ പേരിടുന്നു ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ആരാന്ന് നോക്കാം. ഇനി ഇതേ കാർബോക്സിൽ ഗ്രൂപ്പാണ് പഠിക്കാനുള്ളത്. കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ COOH എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ ഒരു O എങ്ങനെ ഇരിക്കണമെന്ന് അറിയോ? ഡബിൾ ബോണ്ടിലാണ് കേട്ടോ മക്കളെ ഈ O ഇരിക്കുന്നത്. അതായത് ഡബിൾ ബോണ്ടിലാണ് ഇതിൽ ഒരു O ഇരിക്കുന്നത്. അതുപോലെ ഒരു OH ഇങ്ങനെയാണ് ഇവർ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നമുക്കറിയാം കാർബണിന് 4 ബോണ്ട് വേണമെന്നൊക്കെ നമ്മൾ പഠിച്ചു വരാം. അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ ഈ COH എഴുതുമ്പോൾ 4 ബോണ്ട് ഇല്ലല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട. കാരണം ഒരു കാർബൺ ഇരിക്കുന്നത് ഡബിൾ ബോണ്ടിലും ഒരാൾ OH, ഇങ്ങനെ 3 ബോണ്ട് അവിടെ ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ പേര് വന്ന ഇക്വേഷൻ നോക്കിയേ. നമ്മുടെ ആൽക്കെയിൻ + OIC ആസിഡ്, അതായത് നമ്മൾ OH പഠിച്ച പോലെ തന്നെ പക്ഷേ ഇവിടെ OIC ആസിഡ് ചേർക്കണം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആവുമല്ലോ. അപ്പോൾ നമുക്കൊരു ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കിയാൽ ഒരു കാർബൺ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു കാർബൺ ഉള്ളതുകൊണ്ട് മെത് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE നമ്മൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇക്വേഷനിൽ -E കളയണം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് മെതെന്നായി. ഇനി എന്ത് ചെയ്യണം? OIC ആസിഡ് ചേർത്ത് കൊടുക്കണം. OIC ആസിഡ്. അപ്പോൾ നമ്മുടെ പേരെന്തായി? മെഥനോയിക് ആസിഡ് എന്നായിട്ടോ. മെഥനോയിക് ആസിഡ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എഥനോയിക് ആസിഡ് നമുക്ക് തന്നിട്ടുണ്ട്. അതെങ്ങനെ എഥനോയിക് ആസിഡ് ആയത്? അതായത് ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 കാർബൺ ആണെങ്കിൽ എദ്ന്ന് വരണേ അല്ലേ. അപ്പോൾ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എഥൻ ANE അല്ല ഈ കളഞ്ഞിട്ട് ഓയിക് ആസിഡ് ചേർത്ത് കൊടുത്തു. അപ്പോൾ എഥനോയിക് ആസിഡായി. ഇനി ഇവിടെ നോക്കി, ഇവിടെ എന്താ പേര് വന്നിട്ട് നമുക്ക് ഇങ്ങനെയും പേര് വരാം. ഇവിടെ പ്രൊപ്പനോയിക് ആസിഡാണ്. പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 3 കാർബൺ ഉള്ളതായിരിക്കണം അവസാനം ഓയിക് ആസിഡ്. ആ മൂന്നാമത്തെ കാർബൺ നമ്മുടെ COOHൻ്റെ തന്നെ എടുക്കാം കേട്ടോ. ഇവിടെ നോക്കി, ഇതാരാണ് വന്നിരിക്കുന്നത്? ബ്യൂട്ടനാണ് കേട്ടോ. 1 2 3 4 കാർബൺ ഉണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ. 4 കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 4 കാർബണാണ് ബ്യൂട്ടൻ എന്നാണ് വരുന്നത് അല്ലേ. അങ്ങനെ ബ്യൂട്ടൻ സിംഗിൾ ബോണ്ട് അല്ലേ. അപ്പോൾ എൻ ബ്യൂട്ടൻ ഓയിക് ആസിഡ് വന്ന എന്താ COOH വന്ന അവസാനം നമ്മൾ ഓയിക് ആസിഡ് എഴുതണം. അപ്പോൾ ഇതേപോലെ തന്നെയാണ് അടുത്ത നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ COOH വന്നാൽ എങ്ങനെ പേരിടുമെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ആൽക്കൈൻ ഗ്രൂപ്പ് എഴുതാം, അവസാനത്തെ ഈ കളഞ്ഞിട്ട് ഓയിക് ആസിഡ് എന്ന് ചേർത്ത് കൊടുക്കാം. ഈ കാർബോക്സിൽ ഗ്രൂപ്പും ആൽഡിഹൈഡ് ഗ്രൂപ്പും ഏകദേശം ഒരേപോലെയൊക്കെ തോന്നും, പക്ഷേ വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് കാർബോക്സിൽ ഗ്രൂപ്പ് എങ്ങനെയാണ്? COOH ആണ് വരുന്നത്. ഇതിലൊരു O ഡബിൾ ബോണ്ടിലാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരു O ഡബിൾ ബോണ്ടിലാണ്. നമുക്കിവിടെ ഒരു O കാണാനില്ല അല്ലേ. അതാണ് ഇവരുടെ വ്യത്യാസം. ഇവിടെ CHO മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ പേര് നമുക്ക് എങ്ങനെ മാറ്റാം? നമുക്ക് ഇവർക്ക് ഇക്വേഷൻ ഉണ്ട് കേട്ടോ. CHO വന്നു കഴിഞ്ഞാൽ ആൽഡിഹൈഡാണ്. പേര് എങ്ങനെയാക്കാം? ഇക്വേഷൻ നോക്കാം. മെഥൈൻ -E + ആൾ. അതായത് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കിയിട്ട് ആ കാർബണിൽ അവസാനത്തെ നമ്മൾ കളയുന്നു, മൈനസ് ചെയ്യുന്നു. അതാണ് കേട്ടോ ഈ കാണുന്നത്. എന്നിട്ട് നമ്മൾ അവരുടെ കൂടെ AL എന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എത്ര കാർബൺ ഉണ്ടെന്ന് ആദ്യം നോക്കാം. അവരുടെ പേരാണല്ലോ ഇവിടെ വേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഇത് നമുക്ക് ബ്യൂട്ടനാൾ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലായി ബ്യൂട്ടൻ എന്ന് പറഞ്ഞാൽ അവിടെ 4 കാർബൺ ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വന്ന് നമ്മൾ എങ്ങനെ എഴുതി കൊടുക്കണം? CH3 സിംഗിൾ ബോണ്ട്. കാരണം നമ്മൾ എന്താ CH3 എഴുതിയാൽ നമുക്ക് കാർബണിന് 4 ബോണ്ട് വരണമല്ലേ. അപ്പോൾ ഹൈഡ്രജനിലെ 3 ബോണ്ടും നമ്മുടെ ഈ ബോണ്ട് കൂടി ചേർന്നപ്പോൾ 4 ബോണ്ടായിട്ടുണ്ട്. CH3 സിംഗിൾ ബോണ്ട്. ബ്യൂട്ടൻ എന്ന് പറയുമ്പോൾ 4 കാർബൺ വേണം. അപ്പോൾ നമുക്ക് എത്ര വേണം? 4 വേണം. അപ്പോൾ CH2 ഇനി നമ്മുടെ അവസാനത്തെ 4ാമത്തെ കാർബൺ എഴുതുമ്പോൾ ബ്യൂട്ടനാൾ. അപ്പോൾ അത് CHO ആണ്, നമ്മൾ ഉറപ്പിച്ചോട്ടോ. ഓക്കെ, CHO ആയി. ഇനി ഇവിടെ നോക്കി, ഇതെന്താ പേര് വരിക? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 1 2 3 കാർബണുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി പ്രൊപ്പനാളാണ്. പ്രൊപ്പൈൻ്റെ അവസാനത്തെ നമ്മൾ കളയും പ്രൊപ്പൈൻ്റെ. എന്നിട്ട് നമ്മളവിടെ എന്ത് ചെയ്യും? CHO ആയതുകൊണ്ട് AL എന്ന് ചേർക്കാം. പ്രൊപ്പനാൾ. നമുക്ക് COOH ഗ്രൂപ്പിനും അതുപോലെ CHO ഗ്രൂപ്പിനും നമുക്ക് എന്ത് വേണ്ട? പൊസിഷൻ നമ്പർ വേണ്ട. കാരണം അവർ മിക്കപ്പോഴും ഫസ്റ്റിൽ അല്ലെങ്കിൽ ലാസ്റ്റിലായിരിക്കും കേട്ടോ വരുന്നത്. അതുകൊണ്ടാണ് അവരെ നമ്മൾ. ഇനി കേറ്റോ ഗ്രൂപ്പ് നോക്കാം. കേറ്റോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CO എന്നാണ് കേട്ടോ വരുന്നത്. CO. അതിൽ അതിൽ O എങ്ങനെയാണ്? ഡബിൾ ബോണ്ടിലാണ് ഇരിക്കുന്നത്. നമ്മൾ എഴുതുമ്പോൾ CO എന്ന് എഴുതുള്ളൂ. ഡബിൾ ബോണ്ട് O ആണ് കേട്ടോ നമ്മൾ എഴുതുന്നത് ശരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ ഇക്വേഷൻ നോക്കാം. ആൽക്കൈൻ -E + 1 എന്നാണ് വരുന്നത്. അപ്പോൾ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ ആൽക്കൈൻ 3 കാർബൺ ഉള്ളതാണ്. നമുക്കറിയാമല്ലേ പ്രൊപ്പൈൻ എന്നാണ് നമ്മൾ എഴുതുന്നത്. പ്രൊപ്പൈൻ സെയിം നമ്മൾ എഴുതുന്നത് അതേപോലെ തന്നെ പ്രൊപ്പൈൻ എന്ന് എഴുതി കൊടുക്കാം. ഇവിടെ -E ആണെന്നുണ്ടല്ലേ. അപ്പോൾ -E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കട്ട് ചെയ്ത് കളഞ്ഞു. ആ നമ്മൾ അവസാനത്തെ നമ്മളവിടെ നിന്ന് ഈനെ നമ്മൾ കളഞ്ഞു കേട്ടോ. കളഞ്ഞിട്ട് നമ്മൾ അവിടെ എന്ത് ചേർക്കണം? 1 ONE1 എന്ന് ചേർക്കണം. അപ്പോൾ ഇത് എവിടെയാണ് പൊസിഷനും കൂടി നോക്കിയിട്ട് നമ്മൾ എഴുതണം കേട്ടോ. അത് കാണിച്ചു തരാം മിസ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഈസിയാവും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ നോക്കാം, ഇവിടെ പൊസിഷൻ നമ്പർ എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ ആദ്യം തന്നെ എത്ര കാർബൺ ഉണ്ട് നോക്കാം. 1 2 3 4 5. നമ്മുടെ COയുടെ കാർബൺ നമ്മൾ എണ്ണണം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയില്ലേ 5 കാർബൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 5 ആണെങ്കിൽ നമുക്ക് പെൻറ്റ് എന്നാണ്. പെൻറ്റ് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പെൻറ്റ് എന്ത് ചെയ്തും? പെൻറ്റ് ANE അല്ലേ. നമ്മുടെ ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എത്രാമത്തെ പൊസിഷനിലാണ് ഈ ഒരു CO ഇരിക്കുന്നത്? 2ാമത്തെ പൊസിഷനിൽ. അവിടെ 2ഉം 4ഉം പൊസിഷൻ വരുന്നുണ്ട്. നമുക്ക് എപ്പോഴും ചെറിയ നമ്പറാണ് വേണ്ടത്. അപ്പോൾ 2ഉം 4ഉം വന്ന് നമ്മൾ ചെറിയ നമ്പറായിട്ട് 2ന് എടുത്തു. അങ്ങനെ ഹൈഫൺ ഇട്ടിട്ട് 2 എന്ന് എഴുതി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ CO വന്ന് നമ്മൾ എന്താ എഴുതണ്ടേ? 1 എന്ന് എഴുതി കൊടുക്കണം അല്ലേ. അപ്പോൾ ONE1 നമ്മൾ എഴുതി കൊടുത്തു. അപ്പോൾ എന്താ വായിച്ചത്? പെൻറ്റേൻ 2 അതാണ് പെൻറ്റേൻ 2. ഇപ്പോൾ അത് ക്ലിയർ ആയില്ലേ?
നമ്മുടെ കീറ്റോ ഗ്രൂപ്പ് ഓക്കെ ആയെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കട്ടെ. ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എത്ര കാർബൺ ഉണ്ടെന്ന് തന്നെ നോക്കാം. 1 2 3 4 5 തന്നെയാണ്. ഓക്കെ, അപ്പോൾ 5 നമുക്ക് ഈസി ചെയ്യുന്നത്. നമ്മുടെ പെൻഡൻ തന്നെ വരാം. അപ്പോൾ നമ്മൾ വീണ്ടും പെൻഡൻ എന്ന് എഴുതി കൊടുക്കാം. പെൻഡൻ ആട്ടോ ഇത്, പെൻഡൻ. ഓക്കെ, നമുക്ക് ഈ എഴുതണ്ട. എന്നിട്ട് കാർബണിൻ്റെ പൊസിഷൻ നോക്കാം. 1 2 മൂന്നാമത്തെ പൊസിഷനിലാണ്. അത് ഇവിടെ നിന്ന് എഴുതിയാലും 2 സൈഡിൽ നിന്ന് എഴുതിയാലും മൂന്നാമത്തെ പൊസിഷനാണ്. അതുകൊണ്ട് നമ്മൾ 3 എന്ന് എഴുതിയിട്ട് ONE 1 എഴുതാം. അപ്പോൾ പെൻഡൻ 3 1 ആണ് ഇവിടെ ആൻസർ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഗ്രൂപ്പ് നോക്കാം. അപ്പോൾ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിലെ ഹാലോ ഗ്രൂപ്പിലേക്ക് നോക്കുമ്പോൾ F ക്ലോറിൻ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ F ആരാ? ഫ്ലൂറിനാണ്. F ഫ്ലൂറിൻ, Cl ക്ലോറിൻ, Br ബ്രോമിൻ, I അയഡിൻ. അപ്പോൾ ഇവർക്കൊരു ഇക്വേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ഇവരുടെ പൊസിഷൻ ഹൈഫൺ നെയിം ഓഫ് ദി ഹാലോ ഗ്രൂപ്പ്. ഹാലോ ഗ്രൂപ്പിൻ്റെ നെയിം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഫ്ലൂറിൻ ആണെങ്കിൽ ഫ്ലൂറോ എന്നാ പറയുള്ളൂ. F വന്നാൽ നമ്മൾ ഫ്ലൂറോ എന്ന് പറയണേ. Cl ക്ലോറിൻ വന്നാൽ ക്ലോറോ എന്ന് പറയും. Br ബ്രോമിൻ വന്നു കഴിഞ്ഞാൽ ബ്രോമോ എന്ന് പറയും. I വന്ന അയഡിൻ, അയഡോ എന്ന് വിളിക്കും. അപ്പോൾ ആ പേരാണ് ഇവിടെ ഹാലോ ഗ്രൂപ്പ്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. നെയിം ഓഫ് ദി ഹാലോ ഗ്രൂപ്പ് എന്ന് പറയുള്ളേ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഈ 4 പേരിൽ ആരാണെന്ന് വെച്ചാൽ. എന്നിട്ട് നെയിം ഓഫ് ദി ആൽക്കെയിൻ, അതായത് നമ്മുടെ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ നെയിം ഇട്ട് കൊടുക്കാം. അതൊരു എക്സാമ്പിൾ ചെയ്യാം. അപ്പോൾ ഈസി ആവട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ നമുക്ക് നോക്കാം എത്ര കാർബൺ ഉണ്ട് അല്ലേ. അത് നമുക്ക് മനസ്സിലായി 3 കാർബണേ ഉള്ളൂ. നമ്മുടെ ഹാലജൻ ഗ്രൂപ്പ് വന്നിട്ട് ഹാലോ ഗ്രൂപ്പ് ക്ലോറിൻ വന്നുകൊണ്ട് നമ്മൾ പേരിടുന്ന മെത്തേഡിൽ വ്യത്യാസമുണ്ട്. ആദ്യം നമ്മൾ പൊസിഷൻ നോക്കാം. നമ്മുടെ ഹാലോ ഗ്രൂപ്പ് എവിടെയാണ് പൊസിഷൻ നോക്കാം. അപ്പോൾ 1ാമത്തെ പൊസിഷനിലായിരിക്കണം. ഇവിടെ 1ാമത്തതും 3ാമത്തതും കാണിക്കേണ്ടത്. പക്ഷെ നമുക്ക് ചെറിയ നമ്പറാണ് പൊസിഷൻ നമ്പർ എടുക്കുള്ളൂ. അതുകൊണ്ട് 1ാമത്തെ പൊസിഷൻ എഴുതി. ഇനി ഹൈഫൺ ഇടാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാലോ ഗ്രൂപ്പിൻ്റെ പേര് എഴുതാം. ഹാലോ ഗ്രൂപ്പ് ക്ലോറിൻ ആണല്ലേ. അപ്പോൾ ക്ലോറിൻ്റെ ക്ലോറോന്ന് ചേർക്കുള്ളൂ. അതുകൊണ്ട് 1 ക്ലോറോ എന്നാക്കി. 1 ക്ലോറോ. ഇനി എത്ര ഇതുണ്ട്? കാർബൺ ഉണ്ട്. എണ്ണ നോക്കിയാൽ 1 2 3 കാർബൺ ഉണ്ട്. അപ്പോൾ 1 ക്ലോറോ പ്രൊപ്പെയിൻ എന്നായി. 1 ക്ലോറോ പ്രൊപ്പെയിൻ എന്നായി. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കട്ടെ. ഒരെണ്ണം കൂടി ചെയ്യുമ്പോൾ ഈസി ആവും. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ഈ ക്വസ്റ്റ്യൻസ് കാണുന്നില്ലല്ലേ. ഈ ക്വസ്റ്റ്യൻ തേനാ CH3 CH2 Br ആണെന്നുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ പൊസിഷൻ വരണേ നോക്കാം. 2 സ്ഥലത്തും Br ഉണ്ടല്ലേ. അപ്പോൾ 2 ബ്രാഞ്ച് ഉണ്ടെന്ന് മനസ്സിലായി. നമുക്ക് രണ്ടും ഏത് പൊസിഷനിലാന്ന് നോക്കാം. ഇവിടുന്ന് നമ്പർ ഇടുമ്പോൾ 2ാമത്തെ പൊസിഷനിലാണ്. ഇവിടുന്ന് നമ്പർ ഇട്ട 1 2 3 3ാമത്തെ പൊസിഷനിൽ വരുന്നുണ്ട്. നമ്മൾ 3ാമത്തെ പൊസിഷൻ 2ാമത്തെ പൊസിഷൻ നോക്കുമ്പോൾ നമുക്കറിയാം 2 ചെറുത്. അതുകൊണ്ട് 2ാമത്തെ പൊസിഷൻ എടുത്തു. പൊസിഷൻ നമ്മൾ ഇട്ടു. അപ്പോൾ എന്താ 2 പേര് ഇരിക്കണ്ടല്ലേ. അപ്പോൾ 2 പേര് പൊസിഷൻ നോക്കിയാൽ 2 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് 2 2 എന്ന് വന്നു. ഇനി 2 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡൈ എന്ന് ചേർത്ത് കൊടുക്കണമെന്ന്. അങ്ങനെ 2 2 ഡൈ 2 2 ഡൈ. ഇനി Br അല്ലേ, ബ്രോമോ, ഡൈ ബ്രോമോ. ഇനി എന്താണ്? എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 കാർബൺ. അപ്പോൾ ബ്യൂട്ടെയിൻ. നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? ബ്യൂട്ടെയിൻ, ഡൈ ബ്രോമോ ബ്യൂട്ടെയിൻ. അപ്പോൾ പേര് വന്നു. ഇവിടെ നമുക്ക് ഇങ്ങനെയാക്കാം. അപ്പോൾ അങ്ങനെ 2 2 ഡൈബ്രോമോ ബ്യൂട്ടൈൻ വന്നു. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് നോക്കാം. അവർ ഇത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. ഇത്ര നേരം പറഞ്ഞതുപോലെ ഇത്തിരി വ്യത്യാസമുണ്ട്. ഹാലോ ഗ്രൂപ്പിൻ്റെ എക്സാമ്പിൾ വേറെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. അത് ശ്രദ്ധിക്കുക. 2 3 ഡൈക്ലോറോ എന്ന് പറഞ്ഞാൽ നമ്മൾ 2ാമത്തെ പൊസിഷനിലും 3ാമത്തെ പൊസിഷനിലും ക്ലോറിൻ ഉണ്ടെന്ന് മീൻ ചെയ്യണത്. അപ്പോൾ ആ നെയിം ഇടുന്ന മെത്തേഡ് നോക്കാം. ഇതും കൂടി ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഗ്രൂപ്പിനെ ശ്രദ്ധിക്കുക. 2 3 ഡൈക്ലോറോ ബ്യൂട്ടൈൻ. അതെങ്ങനെ വരും? 2 3 അല്ലേ. അപ്പോൾ 2ാമത്തെ ബ്യൂട്ടൈൻ ആണ്. അപ്പോൾ നമുക്കറിയാം 4 കാർബൺ ഉണ്ട്. ഇപ്പോൾ ഒരു CH3 CH2 4 ഉണ്ടല്ലേ. CH2 CH3. എന്നിട്ട് നമ്മൾ നോക്കാം 2 3 2ാമത്തെ പൊസിഷനിലും 3ാമത്തെ പൊസിഷനിലും ആരുണ്ട്? ക്ലോറോ എന്നാണ്. അപ്പോൾ ക്ലോറിന് കൊടുക്കാം. അതേ നമുക്ക് കിട്ടി. നമ്മുടെ ആൻസർ കിട്ടി. ക്ലോറിൻ ആയതുകൊണ്ട് Cl നേർത്ത് കൊടുക്കാം. അപ്പോൾ ഈസി അല്ലേ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഫ്ലൂറിനാണ്. അപ്പോൾ 1ാമത്തെ പൊസിഷനല്ല, 2ാമത്തെ പൊസിഷൻ. അപ്പോൾ ഇവിടുത്തെ പേരെന്താവും? 2 ഫ്ലൂറിൻ അല്ലേ. അപ്പോൾ 2 ഫ്ലൂറോ പ്രൊപ്പെയിൻ എന്ന് വന്നു. ഇവിടെ നോക്കിയേ, ഇവിടെ അയഡിൻ ആട്ടോ. അയഡിൻ 1ാമത്തെ പൊസിഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് 1 അയഡോ 1 2 3 4 5 ഉണ്ട്. അപ്പോൾ 1 അയഡോ പെൻഡൈൻ എന്നാണ് ഈ ഒരു
കോമ്പൗണ്ടിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇത് ഈസി ആയിട്ടില്ലേ? ഹാലോ ഗ്രൂപ്പ് ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റത്തെ ഗ്രൂപ്പ് നോക്കാം. ആലോക്സി ഗ്രൂപ്പ്. ഇവിടെ നമ്മുടെ ഓയാണ് ഓക്സിജൻ. ആലോക്സി ഓക്സിജൻ ഓർക്കുക. ഓ വന്നാൽ എങ്ങനെ പേര് വരും? ഇത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. ഈതേഴ്സ് ആർ കോമ്പൗണ്ട് കണ്ടെയ്നിങ് ആലോക്സി ഗ്രൂപ്പ് ആർ ഡിനോട്ട് ദ ആൽക്കൈൽ ഗ്രൂപ്പ്. ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് CH എന്നുള്ള ഹൈഡ്രോ കാർബൺ ഉണ്ടെന്ന് കേട്ടോ മീൻ ചെയ്യണം. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ ഈസി ആവും. നമ്മളത് IUPAC നെയിം നോക്കാം. അതായത് ഇവിടെ നിങ്ങൾ നോക്കിയേ, CH3 കഴിഞ്ഞിട്ട് നമുക്ക് O കാണുന്നുണ്ടല്ലേ. അപ്പം നമ്മൾ ആലോക്സി ഗ്രൂപ്പ് എങ്ങനെയാണ് നെയിം ഇടുന്നത്? ആദ്യം നമ്മൾ ലെഫ്റ്റും റൈറ്റും നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ലെഫ്റ്റും റൈറ്റും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറവ് കാർബൺ എവിടെയാണെന്ന് നോക്കാം, അതുപോലെ ഏറ്റവും കൂടുതൽ കാർബൺ എവിടെയാണെന്ന് നോക്കാം. അതായത് ഈ ഓക്സിജൻ്റെ ലെഫ്റ്റും റൈറ്റും. ഇവിടെ ഇപ്പോൾ കാർബൺ ഒരെണ്ണമുള്ളൂ. ഇങ്ങോട്ട് നോക്കി ഇവിടെ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ 2 കാർബൺ ഉണ്ട്. അപ്പം നമ്മൾ കുറഞ്ഞ കാർബണിന് നമുക്ക് 1 കാർബണല്ലേ ഉള്ളൂ അവിടെ. അപ്പം ആ മെദ്ദിൻ്റെ കൂടെ ഓക്സി ചേർക്കണം. കുറഞ്ഞ നമ്പറിൻ്റെ കൂടെ നമ്മൾ ഓക്സി എന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കാർബൺ ഉള്ളെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മെദ് എന്നാണ്. ഒരു കാർബൺ ഉള്ളവർ മെദ്, വേഡ് റൂട്ട് അങ്ങനെയാണല്ലേ. അപ്പം മെദ് ഓക്സി എന്ന് ചേർത്ത് കൊടുക്കുക. മെതോക്സി എന്നാക്കി. ഇനി എന്ത് ചെയ്യണം? ഇനി ഇവിടെ റൈറ്റ് സൈഡിലുള്ള കാർബൺ 2 വരെ. അപ്പോൾ അവരുടെ ശരിക്കുള്ള വേഡ് റൂട്ട് നോക്കി നമ്മൾ ആ നെയിം തന്നെ എഴുതി കൊടുക്കാം. എതെയിൻ എന്നാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മെതോക്സി എതെയിൻ എന്ന പേര് വന്നത് ഇതാണ് കേട്ടോ വന്നത്. അങ്ങനെയാണ് ഇവിടെ മെതോക്സി എതെയിൻ എന്ന പേര് വന്നത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ മെതോക്സി മെതെയിൻ എന്നിങ്ങനെ വന്ന് നോക്കാം. കാരണം മെദ് ഓക്സിജന് മുമ്പ് വന്നിരിക്കുന്നത് ഒരു കാർബൺ ഉള്ളൂ. അപ്പോൾ ചെറിയ നമ്പർ ഞാൻ എടുത്തു. ഇവിടെയും ഒരു കാർബൺ ഉള്ളൂ. അപ്പോൾ ഒരാളെ നമ്മൾ മെതോക്സി ആക്കി, അടുത്ത അവസാനത്തെ ആളെ മെതെയിനാക്കി. മെതോക്സി മെതെയിൻ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടുത്തെ പേര് എങ്ങനെ വരും എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കൂടുതൽ കാർബൺ ഇരിക്കുന്നത് ഇവിടെയാണല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ അവസാനം എഴുതിയാൽ മതി. കാർബൺ ഇവിടെ ഉണ്ട്. ആ ആളെ നമ്മളിങ്ങോട്ട് എടുത്തു. അപ്പോൾ CH3 1 കാർബൺ ഉള്ളൂ. അതുകൊണ്ട് മെദ്ദിൻ്റെ കൂടിയാണ് ഓക്സി ചേർക്കുക. മെതോക്സി പ്രൊപ്പെയിൻ എന്നാക്കിട്ടോ ഇവരുടെ പേര്. മെതോക്സി പ്രൊപ്പെയിൻ. ഇവിടെ എതോക്സി പ്രൊപ്പൈൻ എങ്ങനെ വരും? എതോക്സി എന്ന് പറയുമ്പോൾ 2 കാർബൺ ഉണ്ട് അല്ലേ. അപ്പോൾ CH3. അപ്പോൾ എതോക്സി എന്ന് പറഞ്ഞുകൊണ്ട് 2 കാർബൺ എഴുതിയിട്ട് CH3 CH2 കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ O ഇട്ട് കൊടുക്കുക. ഇനി എത്ര എണ്ണം ഉണ്ട്? പ്രൊപ്പൈൻ. അപ്പോൾ 3 എണ്ണം കൂടിയുള്ള ഒരു ഹൈഡ്രോ കാർബണാണ് ഇവിടെ വരാൻ പോകണം. അപ്പോൾ CH2 CH3 എന്നെഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമുക്കൊരു ശരിക്കുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നെ, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഗിവൺ ബിലോ. സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞത്. 2,3,3 ട്രൈമെഥൈൽ ഹെക്സേൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2,3,3 മൂന്നാമത്തെ പൊസിഷനിലും 2 ബ്രാഞ്ച് ഉണ്ട്. മെഥൈൽ. അപ്പോൾ മെഥൈലാകുമ്പോൾ ഒരു കാർബൺ ഉള്ളതാണ്. CH3 വന്നാൽ മതി. അപ്പോൾ നമ്മൾ എങ്ങനെ ആ സ്ട്രക്ചർ എഴുതിയത് എന്താ? ഹെക്സെയിൻ ആകുമ്പോൾ 6 കാർബണുള്ള മെയിൻ ചെയിൻ 6 എണ്ണം വേണം. അപ്പോൾ 1 2 3 4 5 6 മെയിൻ ചെയിൻ വന്നിട്ടുണ്ട്. ഇനി 2,3,3 അതായത് രണ്ടാമത്തെ പൊസിഷനിലും മൂന്നാമത്തെ പൊസിഷനിലും 2 ബ്രാഞ്ച്. എങ്ങനത്തെ ബ്രാഞ്ചാണ്? മെഥൈല. ഓരോ കാർബണുള്ള മെഥൈൽ വന്നു. അപ്പം അങ്ങനെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. പിന്നെ നമ്മുടെ CH3 എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, CH ഒക്കെ എഴുതുമ്പോൾ നമുക്ക് 4 കാർബണിന് 4 ബോണ്ട് ഉള്ള രീതിയിൽ തന്നെ എഴുതി കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഈ CH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇതിൻ്റെ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു H വന്നത്. അങ്ങനെ 3 ബോണ്ട് ഇവിടെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ H വന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്യൂട്ടൻ 2,1 എതോക്സി ബ്യൂട്ടൻ കേട്ടോ. B ആണ് ക്വസ്റ്റ്യൻ. എതോക്സി ബ്യൂട്ടൻ ഓക്സി ആണെങ്കിൽ O ആയിരിക്കും വരുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പ് O വന്നിട്ടുണ്ടാവും അല്ലേ. എതോക്സി ആകുമ്പോൾ 2 കാർബണുള്ള എതെയിൻ ആയിരിക്കും ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. എതെയിൻ ഫ്രണ്ടിൽ എഴുതി കൊടുത്തു, എന്നിട്ട് ഓക്സിജൻ എഴുതി. ഇനി എതോക്സി ബ്യൂട്ടൈൻ ആയതുകൊണ്ട് 4 കാർബൺ ഉള്ളത് അത് കഴിഞ്ഞിട്ട് വരണം, ഓക്സിജൻ കഴിഞ്ഞിട്ട് വരണം. അപ്പം അങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്തപ്പെട്ടത്. ഓക്സി ഗ്രൂപ്പിൻ്റെ നമ്മളിപ്പോൾ പഠിച്ചുള്ളൂ അല്ലേ, O വരുമ്പോൾ ഉള്ള പേര്. ഇനി ബ്യൂട്ടൻ
2 1 ബ്യൂട്ടൻ 2 1 കാണുകയാണെങ്കിൽ നമ്മൾ ഓർക്കണം അവിടെ കീറ്റോ ഗ്രൂപ്പാണ് CO ആണ് വന്നിരിക്കണേന്ന് ഓർക്കാം. ബ്യൂട്ടൻ അപ്പോൾ 4 കാർബൺ ഉള്ളവരാണ്, 4 കാർബൺ എഴുതി. ഇനി നമ്മുടെ 2 രണ്ടാമത്തെ പൊസിഷനിലാണ്, രണ്ടാമത്തെ പൊസിഷനിൽ സിഒനെ നമുക്ക് ഇങ്ങനെ വെറുതെ എഴുതിയാലും കറക്റ്റ് ആട്ടോ. ഡബിൾ ബോണ്ട് എഴുതിയാലും അത് ഓക്കെയാണ്, വെറുതെ CO എന്ന് എഴുതിയാലും കറക്റ്റാണ്. അപ്പോൾ രണ്ടാമത്തെ പൊസിഷനിൽ നമ്മൾ ആ ഒരു കീറ്റോ ഗ്രൂപ്പ് എഴുതി. പിന്നെ 1 വേണ്ടിയിട്ട് ഓക്കെ. ഇനി അപ്പോൾ അവിടെ ബ്യൂട്ടേൻ ആയതുകൊണ്ട് 4 കാർബണുള്ള ഒരു ആദ്യം എഴുതി കൊടുത്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡി എന്താ പെൻറ്റ് 1 YNE വരുന്നത് എപ്പോഴാണ്? ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ. ഒന്നാമത്തെ പൊസിഷനിലാണ് നമ്മൾ ട്രിപ്പിൾ ബോണ്ട് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെൻറ്റാണ്. അപ്പോൾ 1 2 3 4 5 കാർബൺ ഉണ്ട്. ഒന്നാമത്തെ പൊസിഷനിൽ, അതിൽ ഒന്നാമത്തെ പൊസിഷനോട് ചേർത്തിട്ടാണ് ആരിയിരിക്കുന്നത്? നമ്മുടെ ട്രിപ്പിൾ ബോണ്ടായിട്ടുള്ളത്. ട്രിപ്പിൾ ബോണ്ട് വരുമ്പോഴാണ് നമ്മൾ YNE എന്ന് എഴുതാം. ബോണ്ടുകൾ വരുമ്പോൾ എങ്ങനെ ശ്രദ്ധിക്കുക, ഒരു ബോണ്ടേ ഉള്ളെങ്കിൽ നമ്മൾ ANE എന്ന് എഴുതോളൂ. 2 ബോണ്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2 ബോണ്ടാണെങ്കിൽ നമ്മൾ ENE എന്ന് എഴുതും. ട്രിപ്പിൾ ബോണ്ട് 3 ബോണ്ടാണെങ്കിൽ YNE എഴുതി കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹെക്സ് 2 ഓള് കണ്ടാൽ നമ്മൾ അവിടെ ആരെ ഓർക്കണം? OHനെ ഓർക്കണം കേട്ടോ. ഓള് കണ്ടാൽ OHനെ ഓർക്കണം അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഇക്വേഷൻ എത്രയാണ്? ഹെക്സനാണ്. ഹെക്സൻ എന്ന് പറയുമ്പോൾ 6 കാർബൺ വേണം. അപ്പോൾ 1 2 3 4 5 കാർബൺ മെയിൻ അല്ല 6 1 2 3 4 5 6 കാർബൺ മെയിൻ ചെയിനിൽ വന്നു കേട്ടോ. എന്നിട്ട് 2 ഓളാണ്, അപ്പോൾ രണ്ടാമത്തെ പൊസിഷനിൽ OH വരണം. അങ്ങനെ രണ്ടാമത്തെ പൊസിഷനിൽ ഇട്ട് കൊടുത്തു. OHൻ്റെ ഓളും എഴുതി. ഓക്കെ. ഇനി എഫ് വന്ന മൂന്നാമത്തെ പൊസിഷനിൽ ബ്രോമിരിക്കുന്നത് മൂന്നാമത്തെ പൊസിഷനിലാണ് ഹെപ്റ്റൈൻ. അപ്പോൾ ഹെപ്റ്റൈൻ എന്ന് പറഞ്ഞാൽ 7 കാർബൺ വേണം. അപ്പോൾ 1 2 3 4 5 6 7 കാർബൺ ഉണ്ട്. ആ 7 കാർബണിൽ മൂന്നാമത്തെ പൊസിഷനിൽ നമ്മുടെ ബ്രോമിൻ വന്നിട്ടുണ്ട്. അതും എഴുതി കൊടുത്തപ്പോൾ സംഭവം ക്ലിയർ ആണ് കേട്ടോ മക്കളെ. എത്ര എളുപ്പത്തിൽ നമ്മളത് ഓക്കെ ആക്കി അല്ലേ? ഇനി ജി എന്താ? പെൻറ്റനാൾ ആളാണ്. ആൾ വരുമ്പോൾ ആരെ നമ്മൾ ഓർക്കേണ്ടത്? CHO ആണ് വരേണ്ടത് ആൾ വന്നാൽ. അപ്പോൾ പെൻറ്റനാളായതുകൊണ്ട് 5 കാർബൺ 1 2 3 4 5 പേര് വന്നല്ലേ. 5 കാർബൺ വന്നു. CHO അതിൽ 5ാമത്തെ കാർബൺ ആരാ? CHO അല്ലേ? അതുകൊണ്ടാണ് ആൾ വന്നത്, പെൻറ്റനാൾ. ഓക്കെ. അപ്പോൾ എൻ്റെ മക്കൾ ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് പഠിക്കുക. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് സ്ട്രക്ചറൽ ആയിട്ട് എഴുതാനുണ്ടാവും. ചിലപ്പോൾ നെയിം അതുപോലെ സ്ട്രക്ചർ എന്നിട്ട് നെയിം എഴുതാനും ഈ ഒരു ഭാഗത്തുനിന്ന് വരും കേട്ടോ.